ഹായ് ഓൾ, ലേൺ വിത്ത് പുണ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എപ്പോഴും ഓസ്കി ഇന്ന് നമ്മൾ ഔട്ട് ഓഫ് ഓസ്കി ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേർക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് എന്താണ്, OET എഴുതി പാസ്സായി കഴിഞ്ഞവർക്കുള്ളൊരു പ്രശ്നം എന്താ, ഇന്റർവ്യൂ കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ OET എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് OET ഒക്കെ പാസ്സായ റിസൾട്ട് ഒന്ന് സന്തോഷത്തോടെ ഇരിക്കും, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പുകൾ നീക്കാമെന്ന് വിചാരിക്കുമ്പോൾ സ്റ്റുഡൻസിനൊന്നും ഇന്റർവ്യൂസ് കിട്ടുന്നില്ല. അപ്പം അതാണ് ഇപ്പം പ്രശ്നം. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടത്, വേറെ വല്ലതും നോക്കട്ടെ, ന്യൂസിലൻഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ, അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഇന്റർവ്യൂസ് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസുമായിട്ട് ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അതിനൊക്കെ ഒരു എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത് നമുക്ക് ശുഭപ്രതീക്ഷ തരുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഒന്നാമത് OET ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും പറയാനുള്ളത്, അല്ലെ പഠിച്ചു കഴിഞ്ഞ് പാസ്സായ റിസൾട്ട് കയ്യിലിരിക്കുന്നവരോടും പറയുന്നത് എന്തായാലും ഇന്റർവ്യൂ വരും. അത് ഞാൻ എപ്പോഴും പറയുന്ന ഇന്റർവ്യൂ വരും. നിങ്ങൾക്ക് തന്നെ ക്രോമിൽ പോയിട്ട് നോക്കാം NHS കറന്റ് വേക്കൻസിയുടെ ട്രെൻഡ്, എത്രമാത്രം നേഴ്സസിന്റെ ഷോർട്ടാണ് ഇപ്പം, അല്ലെങ്കിൽ എത്രമാത്രം ഡോക്ടേഴ്സിന്റെ ഷോർട്ടാണ് ഇപ്പോഴെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗൂഗിളിൽ പോയിട്ട് നോക്കിയാൽ മതി. അപ്പം എന്തായാലും വേക്കൻസീസ് ഉറപ്പായിട്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ് പണ്ട് നടന്ന അത്ര ഇന്റർവ്യൂവിന്റെ ത്രിൽക്കേറ്റില്ല. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ടെന്ന് മീൻസ് ഒരു വർഷത്തിന് മുമ്പ് തൊട്ട് അതിൻ്റെ ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. നല്ലപോലെ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു, നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടി അവിടെ ഇന്റർവ്യൂ ഉണ്ടോ എന്ന് സെലക്ട് ചെയ്ത് ഒരു 3 വീക്സ് 4 വീക്സിനുള്ളിൽ അവിടത്തേക്കുള്ള ഇന്റർവ്യൂ ഒക്കെ വരുമായിരുന്നു. ഫോർ എക്സാമ്പിൾ എൻ്റെ OET കഴിഞ്ഞ സമയത്ത് നന്നായിട്ട് ഇന്റർവ്യൂസ്, അന്നൊക്കെ CBTക്ക് മുമ്പേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടല്ലോ. CBTയുടെ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എൻ്റെ CBTയുടെ എക്സാം കഴിഞ്ഞ് ഉടനെ എൻ്റെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് അപ്പം തൊട്ടേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ ഇന്റർവ്യൂസ് വരും. നമുക്ക് വേണേൽ ട്രയൽ 1-2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെ ഇന്റർവ്യൂവിന്റെ ഒറിജിനലായിട്ട് അറ്റൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിനുള്ള സിറ്റുവേഷനില്ല, കാരണം ഇന്റർവ്യൂസ് വളരെ കുറവാണ്. ഇപ്പം റീസെന്റ് വെയ്സിലൊക്കെയുള്ള ഇന്റർവ്യൂ നടന്ന് കുറേ പേർക്ക് കിട്ടി. പിന്നെ ഇപ്പം പ്രൈവറ്റ് ഏജൻസിയെ കോൺടാക്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ NHS കൊടുക്കുന്നതിനെക്കാട്ടിലും ഒടയപ്പൊക്കെ വഴിയോ അല്ലെങ്കിൽ നോർക്ക വഴിയൊക്കെ ഒരുപാട് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ പാർട്ട് ക്ലിയർ ചെയ്ത് വെക്കുക. അതായത് OET, CBT, NMC ആപ്ലിക്കേഷൻ സെക്കൻഡ് സ്റ്റേജ് എല്ലാം, ഓസ്കി മാത്രം ബാലൻസ് വെക്കുക, ബാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ OET കഴിഞ്ഞവർ ചിന്തിക്കുന്നത് എന്തായാലും ഇന്റർവ്യൂ കിട്ടാൻ പോകുന്നില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ ഇനി ചെയ്യണം എന്നൊക്കെ ഒരു മടുപ്പ് കാരണം NMC മുന്നോട്ട് നീക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി വെക്കുക. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇന്റർവ്യൂസ് ഓപ്പൺ ആവും. കാരണം ഇവിടുത്തെ ഹെൽത്ത് കെയർ സ്ട്രോങ് ആക്കണം, അല്ലെ? ഹെൽത്ത് കെയർ സ്ട്രോങ് ആക്കണം. ANEയിലെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കണം. ANEയിലെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന, ഇപ്പം നാട്ടിലിരുന്ന് ഞാൻ നാട്ടിലിരിക്കുമ്പോൾ ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ല വെയിറ്റിംഗ് പീരീഡ്. കാരണം നല്ല വെയിറ്റിംഗ് അവേഴ്സ്, 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെ നമ്മളൊരു അസുഖം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങനെ ഇരിക്കണം. 10 മണിക്കൂറൊക്കെ അത്രയ്ക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പം നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഒരു 10 മണിക്കൂറൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പിന്നെ സിവിയർ ഡിസീസസ് ആണ് പെട്ടെന്ന് എടുക്കും. പക്ഷെ അത് സിവിയർ ആണെന്ന് തെളിയിക്കാൻ നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്, എന്നാലേ അവരത് അത്രയ്ക്ക് ഇതായിട്ട് എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെയിറ്റ് ചെയ്യണം. നമുക്ക് നാട്ടിലെ പോലെ പെട്ടെന്ന് പോയി ഡോക്ടറെ കാണാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് എപ്പോഴും പൊതുജനങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഹെൽത്ത് കെയറിന് പോകുമ്പോൾ ഇത്രയും വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതിനുവേണ്ടി ഏത് ഗവൺമെൻറ് നിലവിൽ വന്നാലും അവർ ശ്രമിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്, നഴ്സസിനെ റിക്രൂട്ട് ചെയ്യും, പ്ലസ് ഡോക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യും. പിന്നെ നിലവിലെ ഇന്റർവ്യൂസ് ഒരുപാട് കുറയാനുള്ള കാരണം, എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇന്റർവ്യൂ ഇല്ലാത്തതെന്ന്. നിലവിൽ ഇന്റർവ്യൂ കുറയാനുള്ള മെയിൻ കാരണം ഫണ്ട് ഇഷ്യൂ ആണ്. NHSന് ആവശ്യത്തിന് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നടത്താൻ മാത്രമുള്ള ഫണ്ട് ഒന്ന് ആലോചിച്ച് ഒരു സിംഗിൾ നഴ്സിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത്ര രൂപ ചിലവാണ്. അപ്പം അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, എല്ലാ എക്സാംസിന്റെ എല്ലാ റീഫണ്ട്, അവർക്ക് താമസം എല്ലാം അങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ ഒരു നഴ്സിനെ കൊണ്ടുവരാൻ തന്നെ ഇത്ര രൂപ NHS ഒരു ട്രസ്റ്റിന് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും നഴ്സസിനെ കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്ക് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് ഇഷ്യൂ കാരണമാണ് ഇപ്പം നിലവിൽ ഇന്റർവ്യൂസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ടും നമുക്ക് എന്താണ് ശുഭപ്രതീക്ഷ വയ്ക്കാം. കാരണം ഇത്രയും വേക്കൻസീസ് നിലവിലുണ്ട്. പ്ലസ് ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പുതിയ പാർട്ടിയൊക്കെ നിലവിൽ വരുമ്പോൾ ഉറപ്പായിട്ട് എന്തായാലും അവർ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വേക്കൻസിയുടെ കാര്യത്തിൽ UK മൊത്തം മലയാളികളെ കൊണ്ട് നിറഞ്ഞു എന്നൊക്കെ, അതൊക്കെ ചുമ്മാണ്. UK നിറച്ച് UK നിറയെ ഇന്റർനാഷണൽ നഴ്സസ് ഉണ്ട്. പക്ഷെ UK നഴ്സസ് ഉണ്ടെങ്കിലും UK വന്നു കഴിഞ്ഞൊരു 1-2 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു കോൺഫിഡൻസ് വരും. നമുക്കിനി എവിടെ പോയാലും നമുക്ക് സംസാരിക്കാൻ പറ്റും, നമ്മുടെ ലാംഗ്വേജ് നന്നായിട്ട് ഡെവലപ്പായി, നമ്മുടെ സ്കിൽസ് ഡെവലപ്പായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എല്ലാ നഴ്സുമാർക്കും വരും.
അപ്പോൾ എന്താ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് നീങ്ങും. ഇപ്പം ഓസ്ട്രേലിയക്കാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും ഒക്കെ പോകാൻ എളുപ്പമാണ് അല്ലേ. നമ്മൾ ഇവിടുത്തെ പ്രോസസ്സിങ് ഓൾറെഡി ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ട്, UK 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ലാംഗ്വേജ് സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഉള്ള നേഴ്സസ് ആണ് എല്ലാവരും. അപ്പോൾ എന്താണ് അവർക്കൊരു കംഫർട്ട് സോൺ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരെന്താ പുതിയ രജിസ്ട്രേഷൻ എടുത്ത് അങ്ങോട്ടൊക്കെ സാലറി കൂടുതലാണ്, കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ട്, പിന്നെ ക്ലൈമറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു വേക്കൻസി ഗ്യാപ്പ് നിൽക്കും. അപ്പോൾ ആ വേക്കൻസിയിലോട്ട് എന്തായാലും അവർക്ക് ഇന്റർനാഷണൽ നേഴ്സസിനെ റിക്രൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ ആരും വരാനില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഇന്റർവ്യൂസ് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, OETക്ക് എന്തായാലും 2 വർഷം വാലിഡിറ്റി ഉണ്ട്. ആ 2 years നിങ്ങൾക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ എക്സാം ടു എക്സാം അല്ലെങ്കിൽ റിസൾട്ട് ടു റിസൾട്ട്, 2 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ എന്തായാലും നമ്മുടെ സാഹചര്യങ്ങൾ മാറിയും അല്ലേ. പിന്നെ ഉള്ളൊരു കാര്യം, നിങ്ങൾ OET പാസ്സായി കഴിഞ്ഞെങ്കിൽ പിന്നോട്ട് വലിയാതെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കുക. എപ്പോഴും പറയുന്നത് നിങ്ങളുടെ പോർഷൻ കംപ്ലീറ്റ് ആക്കുക. CBT, NMC ആപ്ലിക്കേഷൻ, തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ, അതെല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കുക. കാരണം ഒരു ഇന്റർവ്യൂ വന്നാൽ നമുക്ക് ചാടി പിടിക്കാൻ പറ്റണം. എല്ലാവരും കോമ്പിറ്റന്റ് ആണ്, എല്ലാവരും ജോലി കിട്ടാൻ വേണ്ടി റെഡിയായി നിൽക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ആ പോർഷൻ ആ ഒരു പ്ലേസ് കിട്ടാതെ പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, ഇന്റർവ്യൂ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ്, അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇന്റർവ്യൂ വന്നാൽ ചാടി പിടിക്കാൻ മാത്രമുള്ള ഭാഗത്തിൽ നമ്മളെല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ട്, അതായത് നമ്മൾ CBT ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ NMC ചെയ്തിട്ടില്ല കണ്ട അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളെ അവർ പിക്കപ്പ് ചെയ്യും. അവർ നോക്കുന്നത് പെട്ടെന്ന് കിട്ടാവുന്ന ആൾക്കാരെയാണ് അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻഹൗസ് ട്രെയിനിങ് ആണ്. അത് പറയുന്നത് എല്ലാവരും പറയുന്നു ഇൻഹൗസ് ട്രെയിനിങ് കൂട്ടാൻ നോക്കുന്നുണ്ടെന്ന് അതായത് ഈ ഫണ്ട് ഇഷ്യൂസ് കാരണം ഇൻഹൗസ് ട്രെയിനിങ് കൂട്ടുക എന്നുള്ളത്, അതായത് UK തന്നെ നഴ്സിംഗ് പഠിക്കുക എന്നുള്ളത്. അത് പക്ഷെ അതിന് നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നമ്മുടെ +2 കഴിഞ്ഞ കുട്ടികൾ, +2 ബയോസയൻസ് കഴിഞ്ഞവർക്ക് കുട്ടികൾക്ക് എന്താ ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കാം. ഇവിടെ വന്ന് നഴ്സിംഗ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പം ഇവിടെ തന്നെ നഴ്സായിട്ട് കയറും. അങ്ങനെ ഇൻഹൗസിൽ തന്നെ നഴ്സസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അതിന് കൂടുതൽ മോട്ടിവേഷൻ, കൂടുതൽ സപ്പോർട്ടൊക്കെ കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പം ഇവിടെ തന്നെ നമുക്ക് നഴ്സസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങും എന്നാണ് പറയുന്നത്. അതും കൂടാതെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം അല്ലെ, കെയറേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. കെയറായിട്ട് വർക്ക് ചെയ്തിട്ട് 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്താ 2 years 1 year എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്താണ് സ്വൈപ്പ് പ്രോഗ്രാം വഴി അവർക്ക് നേരെ ലാംഗ്വേജ് റെഫറൻസ് കൊടുത്ത് അവർക്ക് നേഴ്സായിട്ട് മാറാൻ പറ്റും അല്ലേ. അപ്പം എല്ലാ കെയറേഴ്സും അല്ല, നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള നേഴ്സായിട്ടുള്ള കെയറേഴ്സിന് എന്താണ് NMCയിൽ രജിസ്ട്രേഷൻ ചെയ്ത് നേഴ്സായിട്ട് NHSലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കെയർ ഹോംസിലോട്ടോ ഒക്കെ പോകാം. പിന്നെ ഈ NHSലെ വേക്കൻസി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. NHSലെ വേക്കൻസി ഉണ്ട്, പ്ലസ് കെയർ ഹോംസ്, ഏജൻസി നഴ്സിംഗ്, അവിടെയൊക്കെ ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടും. പക്ഷേ ഏജൻസീസ് ഒന്നും ഒരിക്കലും നഴ്സസിനെ റിക്രൂട്ട് ചെയ്തില്ല. പിന്നെ കെയർ ഹോമും നഴ്സസിനെ റിക്രൂട്ട് ചെയ്തില്ല. കാരണം അവർ ഇവിടെ നിന്നൊക്കെ ഒരു കെയർ ഹോമിലെ നഴ്സിന്റെ യൂസ് കെയറേഴ്സിനെയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ കെയറായിട്ട് കയറി വന്നാൽ കൂടെ നമുക്കൊരു 2 yearsനുള്ളിൽ എന്താണ് നമുക്ക് NMC രജിസ്ട്രേഷൻ എടുത്ത് മാറാം. കെയറായിട്ട് കയറി വരുന്നവരും ഞാൻ കെയറാണെന്നുള്ള ലക്ഷ്യം കൊണ്ട് നിൽക്കരുത്. നമ്മുടെ ലക്ഷ്യം NMC രജിസ്ട്രേഷൻ ആയിരിക്കണം. അപ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ എടുത്ത് NHSലോ പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലോ അതേ നഴ്സിംഗ് ഹോമിലോ അല്ലെ ഏജൻസിയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കൂടുതലായിട്ട് ഇൻഹൗസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള സ്റ്റുഡൻസിനൊക്കെ ഇപ്പം അല്ലെങ്കിൽ ഇവിടെയുള്ള യങ് ഏജിലുള്ളവർക്കൊക്കെ നഴ്സിംഗ് പഠിക്കാൻ പോകണം എന്നൊക്കെയുള്ള വലിയ ഉത്തരവാദിത്തം അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പം നമ്മുടെ വാർഡിലായാലും ഇപ്പം ഞാൻ നേരിട്ട് കാണുന്ന നമ്മുടെ വാർഡിൽ വരുന്ന നമ്മുടെ നഴ്സിംഗ് കോളേജിൽ വരുന്ന സ്റ്റുഡൻസ്, മെഡിക്കൽ സ്കൂളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ കൂടുതലും ഇന്റർനാഷണൽസ് ആണ്, അല്ലാതെ നമ്മുടെ ഈ നാഷണൽസ് തന്നെ അല്ല. അപ്പം നമ്മൾ ഇപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അവിടെ തന്നെ അത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും നഴ്സിംഗ് കോളേജിലൊക്കെ പഠിക്കുന്ന കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അപ്പം ഇവിടെ ഉള്ളവർക്ക് അത്ര ഇൻട്രസ്റ്റ് നഴ്സിംഗിലോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിന് എന്താണ്, നമ്മൾ +2 കഴിഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്ത് കയറി വരും. ഇവിടെ UK മാത്രമല്ല, ജർമ്മനി എല്ലായിടത്തും നമ്മുടെ +2 കഴിഞ്ഞവർക്ക് നഴ്സിംഗ് പഠിക്കാനുള്ളവർക്ക് സ്റ്റുഡൻറ് നഴ്സായിട്ട് കയറി വന്ന് നഴ്സിംഗ് പഠിച്ച് 3 വർഷം നഴ്സിംഗ് പഠിച്ച് ഇവിടെ 3 വർഷം നഴ്സിംഗ് ഉള്ളൂ. 3 വർഷത്തെ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ കിട്ടും, നേരെ വർക്കിൽ കയറാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊരു കോഡീകരിച്ച് പറയാനാണെങ്കിൽ OET കഴിഞ്ഞു, ഇനി എനിക്ക് ഇന്റർവ്യൂ കിട്ടുന്നില്ലേ, ഞാൻ എന്ത് ചെയ്യണം എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ OETക്ക് 2 വർഷം എക്സ്പയറി ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതായത് OET കംപ്ലീറ്റ് ചെയ്യുക, NMC ഒരു 2nd സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുക, CBT എക്സാം, അങ്ങനെയുള്ള നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇന്റർവ്യൂ നന്നായിട്ട് പ്രിപ്പയർഡ് ആവുക കേട്ടോ. ഇപ്പം ഒഡെപെക്കിന് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് കുറച്ച് പേർക്കൊക്കെ ഇന്റർവ്യൂ കിട്ടാതായി, കാരണം സ്കിൽസാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ
എന്താണ് അവർ ബാക്കിയുള്ള സ്കിൽസ് എക്സ്പീരിയൻസ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യും. പിന്നെ OET കിട്ടിയ ഉടനെ റിസൈൻ ചെയ്യരുത്, കണ്ടിന്യൂ യുവർ വർക്ക്. അപ്പം ഇപ്പം നിങ്ങൾ യു കെയിലോട്ട് പോകാനാണെങ്കിൽ തന്നെ പോകുന്നതിൻ്റെ ആ ദിവസം വരെ നിങ്ങൾ വേണേൽ വർക്ക് ചെയ്യണം. കാരണം അത്രയും എക്സ്പീരിയൻസ് കൗണ്ടഡ് ആണ്, നമ്മുടെ എക്സ്പീരിയൻസ് കൂടുതൽ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പഠിച്ചിറങ്ങിയവരൊക്കെ, നേഴ്സിംഗ് കഴിഞ്ഞ് OET കിട്ടിയവരൊക്കെ എവിടെയെങ്കിലും എക്സ്പീരിയൻസിന് കയറും. അപ്പോൾ ഒരു 6 മാസമെങ്കിലും നമുക്ക് എത്ര നാൾ എക്സ്പീരിയൻസ് കിട്ടുന്നു അത്ര നാൾ നമുക്ക് സ്റ്റിൽ വർക്കിംഗ് ആണ്, ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നത് ഇന്റർവ്യൂവിൽ നമുക്കൊരു പോസിറ്റീവ് സൈനാണ് അല്ലേ. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് കയറുക, ജോലി ചെയ്യുക, പിന്നെ പ്ലസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. അങ്ങനെ നിങ്ങളുടെ പോർഷൻ ഇന്റർവ്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, ഇന്റർവ്യൂവിന് നന്നായിട്ട് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുക. എപ്പോൾ ഇന്റർവ്യൂ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുക, നന്നായിട്ട് ഇന്റർവ്യൂവിൽ ആൻസർ ചെയ്യുക. ഇപ്പം ഇന്റർവ്യൂവിന് ഇരിക്കുന്നവരായാലും ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരെ പെട്ടെന്ന് എടുക്കും അല്ലേ. അപ്പം നമ്മളായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എപ്പം ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പം ഇന്റർവ്യൂസ് വരുന്നോ അപ്പത്തെ കയറി അറ്റൻഡ് ചെയ്യുക. പിന്നെ പ്രൈവറ്റ് ഏജൻസീസിനെ മാത്രം നോക്കിയിരിക്കരുത്, ഗവൺമെന്റ് ഏജൻസീസ് ആയിട്ടുള്ള നോർക്ക, ഉടയപ്പത്തിലൊക്കെ എങ്ങനെയാണ് അതിനകത്ത് നോക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ സെൽഫായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, കുറച്ച് കം ഔട്ട് ചെയ്യുക. എപ്പോഴും പ്രൈവറ്റ് ഏജൻസി സഹായം ചോദിച്ച് അവർ NMC ചെയ്തെന്ന് അവരെല്ലാം ചെയ്ത് ഇങ്ങനെ കയറ്റി വിടുന്ന ആ ഒരു സംഭവം ഇല്ല. നിങ്ങൾ സ്വയമായിട്ട് ഇറങ്ങിത്തിരിക്കുക, എനിക്കിത് വേണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എന്ന് ഇറങ്ങിത്തിരിക്കുക. അപ്പം OET കിട്ടി ഇന്റർവ്യൂ ഇല്ലാതെ ആരും നിരാശപ്പെടേണ്ട, ഇന്റർവ്യൂസ് ഒക്കെ വരും. നിങ്ങളെ പ്രിപ്പയർഡ് ആക്കി വെക്കുക. ഇപ്പം ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. പിന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും, ഇപ്പം വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നമുക്ക് കമൻറ്റ് റിപ്ലൈ അയക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് വരുമല്ലോ, അങ്ങനെ നമുക്ക് അതൊരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് എടുക്കാം. സോ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. പ്ലസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ OET പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ OSCE, NMC, CBT എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മാക്സിമം യൂസ്ഫുൾ ആവണം, എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.